ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഈ സീസണിൽ ISL ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൗബെ ISL നടക്കുമെന്ന ഒരു ഉറപ്പൊക്കെ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം നടപ്പിലാകും എന്ന കാര്യത്തിൽ പലർക്കും ഇപ്പോൾ സംശയങ്ങൾ ഉണ്ട്. നേരത്തെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബുകളുടെ ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിരുന്നു. ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ എന്നീ 2 ക്ലബ്ബുകളെ മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാ ക്ലബ്ബുകളും അതിൽ പങ്കെടുത്തിരുന്നു. അതിൽ ഫെഡറേഷൻ മുന്നോട്ട് വെച്ചത് ISLൻ്റെ ഒരു പുതിയ രൂപമാണ്. അതായത് ജനുവരി മുതൽ മെയ് വരെ ISL നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്. 150 ദിവസങ്ങൾ കൊണ്ട് 180 മത്സരങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. 3-4 നഗരങ്ങളിലായിക്കൊണ്ടായിരിക്കും മത്സരങ്ങൾ നടക്കുക. ഒരു ദിവസം 2-ലധികം മത്സരങ്ങൾ വരെ നടത്താൻ ISL ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പുതിയ രൂപമായിക്കൊണ്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഉറപ്പിക്കാൻ വേണ്ടി വരുന്ന നവംബർ 18-ാം തീയതി ഒരു ഫിസിക്കൽ മീറ്റിംഗ് കൂടി ഫെഡറേഷൻ ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ക്ലബിൻ്റെ എല്ലാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർമാരും ഈ മീറ്റിംഗിൽ പങ്കെടുത്തേക്കും. ജനുവരി 1-ാം തീയതി ISL ആരംഭിച്ച് മെയ് 31-ാം തീയതി അവസാനിക്കുന്ന രൂപത്തിൽ ISL നടത്താൻ പറ്റുമോ എന്നറിയാനാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്നാൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പല ക്ലബ്ബുകളും ഈ രൂപമാറ്റത്തെ എതിർത്തേക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ടിക്കറ്റ് സെയിൽ തന്നെയാണ്. അതായത് മത്സരങ്ങൾ ചില നഗരങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതായത് കൊച്ചിയിൽ മത്സരങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടിക്കറ്റ് സെയിൽ നടക്കില്ല. അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ വരുമാനത്തെ ബാധിച്ചേക്കും, മറ്റു ക്ലബ്ബുകളെയും ഇത് ബാധിച്ചേക്കും. മാത്രമല്ല, പുതിയ രൂപത്തിലേക്ക് മാറുമ്പോൾ സ്പോൺസർഷിപ്പ് കുറയാനും സാധ്യതയുണ്ട്. ഇതും ക്ലബ്ബുകളുടെ വരുമാനത്തെ ബാധിച്ചേക്കും എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി താരങ്ങളുടെ റിക്കവറി ഒരു പ്രശ്നമാണ്. അതായത് നിരന്തരം മത്സരങ്ങൾ കളിക്കുമ്പോൾ താരങ്ങൾക്ക് ഫിറ്റ്നസ് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പരിക്കേൽക്കാനുള്ള സാധ്യതകൾ അവിടെ കൂടുതലാണ്. ഇതൊക്കെ ക്ലബ്ബുകൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ പല ക്ലബ്ബുകളും ഈ രൂപമാറ്റത്തെ എതിർത്തേക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ നിലവിൽ മറ്റു ഓപ്ഷനുകൾ നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപമാറ്റം അംഗീകരിക്കാൻ ക്ലബ്ബുകൾ നിർബന്ധിതരാവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഏതായാലും 18-ാം തീയതിയാണ് മീറ്റിംഗ് നടക്കുക. അതോടുകൂടിയാണ് നമുക്കൊരു വ്യക്തമായ ചിത്രം ലഭിക്കുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.